അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ ഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അറിവുകൾ പഠിക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണെന്ന് അറിയുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഇത്തരം സദസ്സുകളിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ടത്. ആ അറിവ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഏറെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അതിനൊത്തൊരു പരിശ്രമം തന്നെ ഉണ്ടെങ്കിൽ ആ അറിവിനെ നേടിയെടുക്കാനും അതിനെ പകർത്താനും പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും ഒരുപാട് അറിവുകൾ നേടിയെടുത്തു എന്നതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റം പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കാറില്ല. ഒരുപാട് ക്ലാസ്സുകളായിക്കൊണ്ടും പ്രസംഗങ്ങളായിക്കൊണ്ടും പ്രഭാഷണങ്ങളായിക്കൊണ്ടും ഖുതുബകളായിക്കൊണ്ടും ഒക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ട് അതിൻ്റെ ഒരു മാറ്റം ഒരു തഅ്തീർ നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, അത് അറിവിനോടൊപ്പം ഇൽമിനോടൊപ്പം അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ അദബുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഏറെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് അദബ് എന്നത് ആ വ്യക്തിയുടെ വിജയത്തിൻ്റെ തലക്കെട്ടാണ്, അതല്ലെങ്കിൽ വിജയത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ തലക്കെട്ടാണെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് അദബുകൾ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അതുകൂടി ശ്രദ്ധിക്കുന്നതോടുകൂടി നമ്മൾ പഠിക്കുന്ന അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒരു തിളക്കം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അദബ് അത് പഠിക്കാതെ ഒരുപാട് കാലം അറിവ് നേടി എന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അത്ര ഉഷാറായിക്കൊള്ളണം എന്നില്ല. അതാണ് മഹാനായ അബൂ സക്കരിയ യഹ്യ ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ഇൽമുൻ ബിലാ അദബിൻ കനാരിൻ ബിലാ ഹതബിൻ. ഒരു വ്യക്തിക്ക് അദബില്ലാത്ത അറിവാണ് ഉള്ളത് എങ്കിൽ അത് വിറകില്ലാത്ത തീയിനെ പോലെയാണ്, അത് ഏറെ നേരം കത്തുകയില്ല, അത് പെട്ടെന്ന് കെട്ടുപോകും, അതിന് തീയിൻ്റെ ഒരു പ്രകാശമൊന്നും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. വ അദബുൻ ബിലാ ഇൽമിൻ കജിസ്മിൻ ബിലാ റൂഹിൻ. ഒരു വ്യക്തിക്ക് അവൻ്റെ അറിവില്ലാത്ത അദബ് എന്നുള്ളത്, അഥവാ വ്യക്തിക്ക് അദബുണ്ട് പക്ഷെ അറിവില്ല എങ്കിൽ അത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അദബ് രണ്ട് നിലക്കാണുണ്ടാകുക. ഒന്ന്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജന്മന നമ്മുടെ തൊബീഇയായിക്കൊണ്ട് പ്രകൃതിപരമായിക്കൊണ്ട് നമ്മുടെ മനസ്സങ്ങളിൽ ഉണ്ടാകുന്നൊരു അദബുണ്ട്, അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. മറ്റൊന്നുള്ളത്, അത് നമ്മൾ നേടിയെടുക്കുന്ന, നമ്മൾ സമ്പാദിച്ചെടുക്കുന്ന അദബാണ്. അതാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിക്കൊണ്ട് നമുക്ക് സമ്പാദിച്ചെടുക്കാനുള്ള അദബുകളായിരിക്കും കൂടുതൽ ഉണ്ടാകുക എന്നുള്ളതാണ്. മുൻഗാമികൾ അദബിന് കൊടുത്ത മഹത്വം ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് മഖ്ലദ് ബിൻ ഹുസൈൻ റഹിമഹുല്ലാ പറഞ്ഞതായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, നഹ്നു ഇലാ കസീരിൻ മിനൽ അദബി അഹ്വജു മിന്നാ ഇലാ കസീരിൻ മിനൽ ഹദീസി. ഒരുപാട് ഹദീസുകൾ പഠിക്കുന്നതിൽ അപ്പുറമായിക്കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്നത് അദബ് പഠിക്കുക എന്നതായിരുന്നു, അഥവാ മര്യാദകൾ പഠിക്കുക എന്നുള്ളതായിരുന്നു. അതേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു സ്ഥലത്ത് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, എന്നോടൊരു വ്യക്തിയെക്കുറിച്ച് പറയപ്പെട്ടു, ആ വ്യക്തിക്ക് ഇൽമുണ്ട്, അറിവുണ്ട്, പക്ഷെ അദബില്ല എങ്കിൽ, അദ്ദേഹത്തിന് അദബില്ല, ഇൽമ മാത്രമാണ് ഉള്ളത് എങ്കിൽ അദ്ദേഹത്തെ കാണാതെ ഇരുന്നത് കൊണ്ട് എനിക്കൊരു നഷ്ടബോധം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് അദബുണ്ട്, ഇൽമില്ലെങ്കിൽ പോലും ആ വ്യക്തിയെ എനിക്ക് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ അതെനിക്കൊരു നഷ്ടബോധം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവരൊക്കെ കണ്ടിട്ടുള്ള അദബിന് കണ്ടിട്ടുള്ള ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹം ഒരു വ്യക്തിയോട് പറയുന്നതായിക്കൊണ്ട്, ഉപദേശമായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, യബ്ന അഖി തഅല്ലമിൽ അദബ ഖബല അൻ തതഅല്ലമൽ ഇൽമ.
നീ അറിവുകൾ നേടുന്നതിന് മുമ്പായിക്കൊണ്ട് അതിൻ്റെ അറിവുകൾ നേടിയാൽ എങ്ങനെയാണ് അതിനെ പകർത്തേണ്ടത് എന്നുള്ള മര്യാദകളെ കൃത്യമായി കൊണ്ട് നീ പഠിക്കണം എന്ന് മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ 30 വർഷക്കാലം ഞാൻ അദബ് പഠിച്ചു, എന്നിട്ടാണ് ഞാൻ 20 വർഷക്കാലം അറിവിനെ പഠിച്ചത് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അവരൊക്കെ അദബിന് അത്രത്തോളം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പലപ്പോഴും നമുക്ക് അദബിനെ പഠിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ പോരായ്മയായിക്കൊണ്ട് പലപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു വഹബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഞങ്ങൾ ഇൽമ് പഠിച്ചതിലപ്പുറം അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ അദബുകളെ പഠിച്ചിരുന്നു എന്നുള്ളതാണ്. ഇസ്മായിൽ ബിനു വലിയ റഹ്മഹുല്ല പറയുകയാണ് കാന യജ്തമിഉ ഫി മജ്ലിസി അഹ്മദ് നഹ്വു 5000. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ സദസ്സിൽ 5000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു എന്നാണ്. 5000-ഓളം ആളുകൾ മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അതിൽ 500 ആളുകളാണ് അറിവ് പഠിക്കാൻ വേണ്ടി വന്നിരുന്നത്. ബാക്കിയുള്ള ആളുകൾ നമ്മൾ കണക്കൂട്ടി വയ്ക്കുന്ന 4500-ഓളം ആളുകൾ അവരൊക്കെ വന്നിരുന്നത് ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ അദബിനെ പഠിക്കാനാണെന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സംത്തിനെ പഠിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത്തെ പഠിക്കാനാണെന്നൊക്കെ പറയുമ്പോൾ സുഹൃത്തുക്കളെ, അത് അത്രത്തോളം ഗൗരവമുള്ളത് കൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ അതിനെ മഹത്വമായിക്കൊണ്ട് കണ്ടത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അദബുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ ഒരുപാട് തലങ്ങളിൽ അത് വിശദീകരിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിക്കൊണ്ട് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ കേട്ടതുപോലെ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അറിവ് പഠിക്കുന്നുവോ അവൻ്റെ ബേസിക് ആയിക്കൊണ്ട് അവൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് അത് ഇഖ്ലാസ് മാത്രമാണ്. വേറെ ആരോടും ഒരു കച്ചറ കൂടുന്നതിനോ ആരെങ്കിലും തർക്കിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല അവ അറിവ് പഠിക്കേണ്ടത്. നേരെ മറിച്ച് തൻ്റെ ജീവിതത്തിൽ പകർത്താനും പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി അറിവിനെ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. മൻ തഅല്ലമൽ ഇൽമ ലിയുബാഹിയ ബിഹിൽ ഉലമ. ആരെങ്കിലും ഉലമാക്കളോട് തർക്കം കൂടുന്നതിന് വേണ്ടിയിട്ട്, ഉലമാക്കളോട് അറിവുള്ള പണ്ഡിതന്മാരോട് ഒന്ന് ഒത്തുപിടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അറിവിനെ പഠിക്കുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ യുമാരിയ ബിഹി സുഫഹ, വിഡ്ഢികളായിട്ടുള്ള ആളുകളോട് ഒന്ന് കിടപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും അറിവ് പഠിക്കുന്നത് എങ്കിൽ, ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കട്ടെ എന്നു കരുതിയിട്ടാണ് ആരെങ്കിലും അറിവ് പഠിക്കുന്നത് എങ്കിൽ, അദ്ഖലഹുല്ലാഹു ജഹന്നം, അവനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അദബായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൽമ് നേടുമ്പോൾ അത് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഇഖ്ലാസ് എന്ന് പറയുന്നത് അത് അറിവിൻ്റെ അടിത്തറയാണ്. ആ അടിത്തറ തകരുന്നതോടുകൂടി അതിനു മേലെ നമ്മൾ എത്ര പടുത്തുയർത്തിയാലും അതിനൊന്നും ഒരു ഫലമുണ്ടാവുകയില്ല. അതൊക്കെ ഉറപ്പില്ലാത്ത ധൂളികളായിക്കൊണ്ട് തകർന്നു വീഴും എന്നുള്ളതാണ്, തറ ശരിയായില്ലെങ്കിൽ എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നുണ്ട്, അൽ ഇൽമു ലാ യഅദിലുഹു ഷൈഉൻ ലിമൻ സഹഹത് നിയ്യതുഹു. ആരുടെയെങ്കിലും നിയ്യത്ത് ശരിയായിക്കൊണ്ട് ഒരാൾ ഇൽമു പഠിക്കുന്നുവെങ്കിൽ അവൻ്റെ ഇൽമിനോട് മറ്റൊന്നും കിടപിടിക്കുന്നതായിട്ടില്ല എന്ന് മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുകയാണ്. കൈഫ ദാലിക, അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, യൻവി റഫ് അൽ ജഹിലി. ഒരു വ്യക്തി അറിവ് പഠിക്കുമ്പോൾ ഒന്നാമത്തെ അദബ്, അറിവ് പഠിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് എൻ്റെ ജഹല്, എൻ്റെ അജ്ഞത നീങ്ങണം എന്നായിരിക്കണം. അതുപോലെ തന്നെ വഅൻ ഗൈരിഹി, അത് മറ്റുള്ളവർക്ക് നീക്കുവാൻ എനിക്ക് സാധിക്കണം എന്നുള്ളത് കൂടിയായിരിക്കണം അവൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിവിനെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അഥവായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതിൽ മനസ്സിലാക്കേണ്ടത് അറിവുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുക, അറിവുള്ള പണ്ഡിതന്മാരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ആരാണ് പണ്ഡിതന്മാരെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും കുറിച്ച് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നൽ ഉലമാ, അറിവുള്ള പണ്ഡിതന്മാർ ആരാണ്? വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അറിവാകുന്ന അനന്തര സ്വത്തിനെ അനന്തരമെടുത്തവരാണ് ഉലമാക്കൾ എന്ന് പറയുമ്പോൾ, നമ്മളൊരു ആലിമിനെ, ഒരു പണ്ഡിതനെ ബഹുമാനിക്കുന്നുവെങ്കിൽ, അദ്ദേഹത്തെ ആദരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നതിലപ്പുറം നമ്മൾ ആദരിക്കുന്നത് ആ വ്യക്തിയിലുള്ള അറിവിനെയാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്ന സ്വഹാബത്ത് പഠിപ്പിച്ച കൂഫയുടെയും മദീനയുടെയും മക്കയുടെയും ഒക്കെ മദ്രസകളായിരുന്നു എന്ന് അറിയപ്പെട്ടിരുന്ന സ്വഹാബാക്കളെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചവരാണ്. അവരൊക്കെ ആ പഠിച്ചിട്ടുള്ള അറിവിനെയാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പണ്ഡിതനെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ, ഒരു പണ്ഡിതൻ ഇനി ഒരു മികച്ച വസ്ത്രം ധരിച്ചു വന്നാലും, അദ്ദേഹം ഒരു താന്ന വസ്ത്രം ധരിച്ചു വന്നാലും നമ്മൾ അദ്ദേഹത്തെ ആദരിക്കും. കാരണം നമ്മൾ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിനെയല്ല, രൂപത്തിനെയല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൽ അടങ്ങിയ അറിവിനെയാണെന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിവുള്ള ആളുകൾക്ക് എന്നും സമൂഹത്തിൽ സ്ഥാനം കിട്ടും. അത് ദീനിൻ്റെ അറിവാണെന്നല്ല, ഏത് അറിവ് പഠിച്ച ആളുകൾക്കും സമൂഹത്തിലെന്നും സ്ഥാനം കിട്ടാറുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ഹുക്മ് എന്നുള്ളത്, ഒരു നായ കടിച്ച ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല, നായ കടിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്നാൽ അപ്പുറത്തുള്ളത്, ഒരു വേട്ടനായ കടിച്ച ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു നായയും ഒരു വേട്ടനായയും തമ്മിൽ വ്യത്യാസം എന്നുള്ളത്, ആ ഒരു നായക്ക് വേട്ട എന്ന ഒരു അറിവ് അറിയുമെന്ന് മാത്രമാണെന്നുള്ള ഒറ്റ ക്വാളിറ്റിയാണെന്ന് ആ ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഒരു നായയുടെ ആ ഒരു നായ കടിച്ചത് ഒരു വ്യക്തിക്ക് ഹലാലായി മാറുമ്പോൾ ആ ഒരു ഹലാലാകുന്നതിന് കാരണമായത് വേട്ട എന്ന അറിവാണെന്ന് പറയുമ്പോൾ അതിനുപോലും, ആ ഒരു അറിവിന് പോലും അത്രത്തോളം മഹത്വമുണ്ട് എങ്കിൽ നമ്മളൊക്കെ വഹീൻ്റെ വാഹകരായിക്കൊണ്ട് നടക്കുന്ന, അതല്ലെങ്കിൽ വഹീൻ്റെ ഇൽമിനെ കൊണ്ട് നടക്കുന്ന അറിവിൻ്റെ ഉലമാക്കളെ എത്രത്തോളം ഞാനും നിങ്ങളുമൊക്കെ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ മിന്ന, ഒരു കൂട്ടർ നമ്മളിൽപ്പെട്ടവരല്ല. ആരൊക്കെയാണ്? മല്ലം യുജില്ല കബീറന, മല്ലം യുജില്ല കബീറന, നമ്മളിലുള്ള മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, വയർഹം സ്വഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വയഅരിഫു ലിആലിമിന ഹഖഹു, ഒരു പണ്ഡിതന്റെ അറിവിൻ്റെ ആ ഒരു ഹക്കിനെ അറിയാത്തവനൊന്നും നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅഅതി കുല്ലദി ഹഖിൻ ഹഖഹു, ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഹക്കിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആലിമിന് കൊടുക്കേണ്ട ഹക്കിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അൻസിലുന്നാസ മനാസിലഹും, ഓരോരുത്തരും കൊടുക്കേണ്ട സ്ഥാനങ്ങളെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ തൗവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, മിനസ്സുന്നത്തി അൻ യുവക്കറൽ ആലിമു, ഒരു ആലിമിനെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് അത് സുന്നത്തിൽപ്പെട്ടതാണെന്ന് മഹാനായ തൗവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ആലിമിനെ നമ്മൾ പരമാവധി എങ്ങനെയൊക്കെ സാധിക്കുമോ അത്രത്തോളം ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഈ ഒരു ആദരവിനെ അവരിഷ്ടപ്പെടൂല. നേരെ മറിച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് ഇഖ്ലാസിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ജനങ്ങളുടെ ബഹുമാനമോ അവരുടെ ഒരു അനുകമ്പയോ മറ്റോ ഒന്നും ആലിമിന്, അദ്ദേഹത്തിന് ഒരു ഇഖ്ലാസുള്ള ആലിമിന് അത് ആവശ്യമില്ല എന്നിരിക്കെ തന്നെ, അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ഒരു വിഷയം എന്നെ ബഹുമാനിക്കണം എന്നുള്ളവർക്ക് ഒരിക്കലും വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരൂല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ പലപ്പോഴും നമ്മൾ കുറച്ച് താന്ന തട്ടിലാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഈ ഒരു വിഷയം പറഞ്ഞെടുക്കാൻ വേണ്ടി അതിനെ തെരഞ്ഞെടുത്തത് എന്ന് ആമുഖമായിക്കൊണ്ട് അതിനെ സൂചിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ അറിവുള്ള ആളുകളെ ബഹുമാനിച്ചതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് നടക്കാനും അദ്ദേഹത്തിന് അത്രത്തോളം വിനയാണ്, അത്രത്തോളം ബഹുമാനിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മിൻ്റെ പിതൃവിൻ്റെ പുത്രനല്ലേ ഇബ്നു അബ്ബാസ്, പിന്നെ എന്തിനാണ് താങ്കൾ എന്നെയൊക്കെ ബഹുമാനിക്കുന്നത്, താങ്കൾ എന്തിനാണ് എൻ്റെ കുതിരയുടെ ജീനി പിടിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു പാഠം പകർന്നു നൽകുന്നു. ഇന്ന ഹകദ നസ്നഉ ബിൽ ഉലമാ, അറിവുള്ള ആളുകളെ ഞങ്ങൾ ഇത്രത്തോളം ബഹുമാനിക്കും, ഇങ്ങനെയാണ് അവരെ ഞങ്ങൾ കൈകാര്യം, ഇങ്ങനെയാണ് ഞങ്ങൾ അവരോട് പെരുമാറുക എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് എന്നുള്ള. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു വിഷയം എന്നുള്ളത്, പണ്ഡിതന്മാരോട് ഒരിക്കലും നമ്മൾ ഒരു ശത്രുത, ഒരു വെറുപ്പ് വെച്ചു പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ഐ അഅലംതുഹു ബിൽ ഹർബി,
ആരെങ്കിലും എൻ്റെ ഒരു വലിയനോട് വെറുപ്പ് വെച്ച് പുലർത്തിയാൽ, അല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ഇല്ലം യകുനിൽ ഫുഖഹാഉൽ ആലിമൂന ആമിലൂന ഔലിയാ അല്ലാഹി ഫലൈസ ലില്ലാഹി വലിയ്യുൻ. ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് ഒരു പണ്ഡിതൻ അള്ളാഹുവിൻ്റെ വലിയായിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ്? പിന്നെ ആരുമില്ല അള്ളാഹുവിൻ്റെ വലിയാകാൻ എന്ന് പറയുമ്പോൾ. അള്ളാഹുവിൻ്റെ വലിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഒരു ആലിമിനാണ്, ഒരു പണ്ഡിതനാണെന്ന് പറയുമ്പോൾ ആ പണ്ഡിതനെക്കുറിച്ച് പണ്ഡിതനോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ് ഇതിൻ്റെ താല്പര്യം എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മഹുള്ള പറയുന്നു, മനിസ്തഖഫ ബിൽ ഉലമാഇ ദഹബത് ആഖിറതുഹു. ആരെങ്കിലും ഒരു ആലിമിനോട്, ഒരു പണ്ഡിതനോട് അദ്ദേഹത്തെ വില കുറച്ച് കാണുകയാണ് എങ്കിൽ, ഒരു വിലയില്ലാതെ കാണുകയാണ് എങ്കിൽ ദഹബത് ആഖിറതുഹു, അവൻ്റെ പരലോകം നഷ്ടപ്പെടും, ആ പരലോകം അവനെ നഷ്ടപ്പെട്ടു എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മഹുള്ള പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് മാത്രവുമല്ല, ഒരു ആലിമിനെ, ഒരു പണ്ഡിതനെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയുമ്പോൾ അവിടെ സാധാരണ വ്യക്തിയെ നമ്മൾ ആക്ഷേപം പറയുന്നത് പോലെയല്ല ഉള്ളത്. അത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഒന്നെന്താണ്? സബബുൻ ഫീ റദ്ദി മാ യഖൂലുഹു മിനൽ ഹഖ്. പിന്നെ ആ ഒരു വ്യക്തി പറയുന്ന, ആ ഒരു അറിവുള്ള പണ്ഡിതൻ പറയുന്ന ശരിയായ കാര്യങ്ങളെപ്പോലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആക്ഷേപം പറഞ്ഞ് നടക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരു ശരിയെ പറഞ്ഞാൽ പോലും ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ അത് കാരണമായി മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്നുള്ളത്. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് മക്കാ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ആരോപണം നടത്തിയത്. പ്രവാചകൻ സാഹിറാണ്, കാഹിനാണ്, മജ്നൂനാണ് എന്നൊക്കെ, ഭ്രാന്തനാണ് എന്നൊക്കെ അവൻ ആക്ഷേപം പറഞ്ഞത് ഇസ്ലാമിനെ ഒറ്റടേക്ക് ആക്ഷേപിച്ചാൽ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചോളണമെന്നില്ല. നേരെ മറിച്ചിട്ട് അതിൻ്റെ വാഹകനായ റസൂലിനെ ആക്ഷേപിച്ചാൽ, ആ റസൂലിൻ്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തിയാൽ അവർക്ക് എന്താക്കാൻ പറ്റും? ഇസ്ലാമിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നത് തുല്യമായിക്കൊണ്ട് അതിനെ കാണാൻ പറ്റും. പറയേണ്ടത് ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ അറിവ് വഹിക്കുന്ന ഉലമാക്കളെ ആരെങ്കിലും അപമാനിക്കുകയോ അതല്ലെങ്കിൽ വ്യക്തിത്വത്തെ മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ആ ആലിമ് പറയുന്ന ഇസ്ലാമിൻ്റെ അറിവുകളെപ്പോലും സ്വീകരിക്കാതിരിക്കാനുള്ള മനോഭാവം അവരിൽ ഉടലെടുത്തു പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്നുള്ളത് തഖ്ലീലുൽ ലഹും ഫീ നദരി ആമത്തിന്നാസ്. ജനങ്ങൾക്ക് മുമ്പിൽ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ആ വ്യക്തിയുടെ മൊത്തം അഭിമാനം ഇടിഞ്ഞു തകരുകയാണ്. ഒരു ആലിമാണ് എങ്കിൽ ആ വ്യക്തി, ആലിമിൻ്റെ മൊത്തം അഭിമാനം ആ ഒരു വ്യക്തിയുടെ ജനങ്ങൾക്ക് മുമ്പിൽ മൊത്തം ഇടിഞ്ഞു തകരുന്നു. പിന്നെ ജനങ്ങളൊന്നും ആ ആലിമിൻ്റെ ശരികളെപ്പോലും തിരഞ്ഞെടുക്കാത്തൊരവസ്ഥ അവിടെ കടന്നു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഹാദ യുഅദ്ദി ഇലാ ദഹാബി ഹൈബതിഹിം വഖീമതിഹിം ഫീ സുദൂരിഹിം. ഒരു ആലിമിനോടുള്ള ഒരു വഖാറ് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ആലിമിൻ്റെ അടുക്കൽ ഒരു നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യം കാണുകയാണ് എങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ അത് സ്വീകരിക്കേണ്ടതില്ല. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. റബ്ബിനോട് ധിക്കാരമായിക്കൊണ്ട് ഒരു അടിമയെയും നമ്മൾ അനുസരിക്കേണ്ടതില്ല. പക്ഷേ അത് ആ ആലിമിനെ മൊത്തത്തിൽ ആക്ഷേപിക്കാനും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താനും വ്യക്തിപരമായിക്കൊണ്ട് ആക്ഷേപിക്കാനുമുള്ള ലൈസൻസ് ആയിക്കൊണ്ട് ആരും കാണരുത്. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വിഷയത്തിൽ നടക്കാറുണ്ട് എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുന്ന, നമ്മുടെ ആലിമ് പണ്ഡിതൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു പുതിയ കാര്യം കേൾക്കുന്നത് പോലെ നമ്മൾ അതിനെ കേട്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ? ഇത് സ്വഹാബത്തിന്റെ മാതൃകയായിക്കൊണ്ട് ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യവും പറഞ്ഞിട്ട് അത് അറിയുമോ എന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുക എന്ന്. ഒരുപക്ഷെ പ്രവാചകൻ ചോദിക്കുന്ന ഒരു വാക്കിൻ്റെ ഒരു ചെറിയ അർത്ഥതലമെങ്കിലും അവർക്ക് അറിയാമായിരിക്കും. പക്ഷേ അവരതിനെ മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട്, കൂടുതൽ ആ പണ്ഡിതനിൽ നിന്നും ലഭിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് അവർ ചെയ്തിരുന്ന രീതിയാണ് അവർക്ക് അറിയാത്തതുപോലെ ആ ഒരു പണ്ഡിതൻ പറയുന്ന കാര്യം അറിയുന്നതാണെങ്കിലും അതിനെ അത്തരത്തിൽ അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ സംസാരങ്ങൾ പോലും ഒരു വ്യക്തി നമ്മോട് വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ അതെനിക്ക് അറിയുന്നതാണ്, ഞാനത് 20 വർഷം മുമ്പ് കേട്ടതാണ്, ഞാൻ 10 വർഷം മുമ്പേ നിനക്ക് മുമ്പ് അത് കേട്ടതാണ് എന്നൊക്കെ ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാനസികമായിക്കൊണ്ട് അതൊരു പ്രയാസമായിക്കൊണ്ട് മാറുമെന്നുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിൽ കൃത്യമായ ചരിത്രത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, ദുനിയാവിൻ്റെ ഒരു കാര്യം ആ വ്യക്തി വന്നിട്ട് ഷെയ്ഖ് ഇമാം സഅദിയോട് വന്ന് പറയാണ്. മഹാനായ ഇമാം സഅദി അത് പൂർണ്ണമായും കേട്ടു, അദ്ദേഹത്തിന് നന്ദി വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോയി.
കുറച്ച് കഴിഞ്ഞേക്ക് മറ്റൊരു വ്യക്തി വന്നുകൊണ്ട് അതേ കാര്യം അതുപോലെ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തു. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അതും ഒരു പുതിയ കാര്യം കേൾക്കുന്നത് പോലെ വീണ്ടും അവിടെ കേട്ടെടുത്തു എന്നാണ്. ആ മകൻ പറയുകയാണ്, വല്ലാത്തൊരു അത്ഭുതമായിക്കൊണ്ട് ആ ഒരു കാര്യം എടുത്തു പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മളത് കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാരുടെ ഉദാഹരണമായിക്കൊണ്ട് തന്നെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. മഹാനായ അതാ റഹിമഹുല്ലാഹ് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ഇന്ന റജുല ലയുഹദ്ദിസുനി ബിൽ ഹദീസി ഫഅൻസിതു ലഹു കഅല്ലം അസ്മഉഹു ഖത്തു വഖദ് സമിഅതുഹു ഖബല അൻ യൂലദ. എന്നോടൊരു വ്യക്തി വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അവൻ ജനിക്കുന്നതിന് മുമ്പേ, ആ ഒരു പറയുന്ന വ്യക്തി ജനിക്കുന്നതിന് മുമ്പേ ഒരുപക്ഷെ ഞാൻ ആ ഇൽമ് കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഞാനൊരു പുതിയ കാര്യം കേൾക്കുന്നത് പോലെ അവന് ഞാൻ ചെവി കൊടുക്കും, അവൻ പറയുന്നത് പൂർണ്ണമായി കേൾക്കുമെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർക്ക് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് എങ്കിൽ നമ്മളിത് പണ്ഡിതന്മാരോട് കാണിക്കേണ്ടുന്ന ഒരു മിനിമം മാന്യതയായിക്കൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു അദബ് മര്യാദ എന്നുള്ളത്, നമ്മുടെ ഉസ്താദ് ആലിമ് പണ്ഡിതനൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഇടയിൽ കയറിയിട്ട് നമ്മളൊരു അഭിപ്രായമോ നമ്മളെ സംശയമോ മറ്റോ ചോദിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ട് നിലക്ക് ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ കാര്യം അറിയാനുള്ള നമ്മുടെ താല്പര്യം കൊണ്ട്, ജിജ്ഞാസ കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും. അതും പാടില്ല. ആ പണ്ഡിതൻ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിനെ ചോദ്യമായിക്കൊണ്ട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം തുടർന്നുള്ള വാക്കുകളിൽ ഒരുപക്ഷെ നടത്തിയേക്കാം എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ എന്നുള്ളത്, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടു നിൽക്കുന്നയാൾ പൂർത്തിയാക്കിക്കൊണ്ട് പറയും. ആരും പറയുന്ന കാര്യം അത് അദ്ദേഹമാണ് പൂർത്തിയാക്കിയിട്ട് പറയും. അദ്ദേഹത്തിന് എനിക്കൊക്കെ അറിയാം എന്നുള്ള നിലക്ക്. സാധാരണ ഇത് ഒരു ക്ലാസ്സിലല്ല നടക്കാറില്ല. നമ്മൾ പണ്ഡിതന്മാർ കൂടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ഒരു അബദ്ധമായിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അഥവാ പണ്ഡിതൻ പറഞ്ഞു തുടങ്ങിയ കാര്യത്തെ ഇദ്ദേഹം ഇടയിൽ കയറിയിട്ട് എന്താക്കും, അത് എനിക്കറിയുന്ന കാര്യമാണെന്നുള്ള നിലക്ക് അദ്ദേഹം കംപ്ലീറ്റ് ആക്കിയിട്ട് പറയും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. വല്ലാത്തൊരു അദബുകേടായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്നുള്ളത്, പണ്ഡിതന്മാരുടെ മുന്നിലായിക്കൊണ്ട് നമ്മൾ നടക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ തന്നെ പ്രമുഖനായൊരു വ്യക്തി വന്നിട്ട് ആ ഒരു വ്യക്തിയുടെ മുമ്പിലൂടെ നമ്മളിങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. ഏറ്റവും മിനിമം നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ നടക്കാൻ ഭയപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലാണ് എങ്കിൽ വഹീൻ്റെ വാഹകരായിക്കൊണ്ടുള്ള അറിവിൻ്റെ ഉലമാക്കളുടെ മുമ്പിൽ നടക്കുന്നത് നമ്മൾ പൂർണ്ണമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അദബായിക്കൊണ്ട് മര്യാദയായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി എന്നതിലപ്പുറം അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഇൽമിനെയാണ്, അറിവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എന്നുള്ളത് താത്വികമായിക്കൊണ്ട് നമ്മൾ ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള, നമുക്ക് ഏറ്റവും സമപ്രായക്കാരനായിക്കൊണ്ടുള്ള ഒരു അറിവുള്ള പണ്ഡിതനാണ് എങ്കിൽ ഒരുപക്ഷെ കൂടുതൽ അദബുകേടുകൾ നമ്മുടെ അടുക്കൽ നിന്നും വന്നു പോകാറുണ്ട്. ഒരുപക്ഷെ തോളിൽ കൈയിട്ട് സംസാരിക്കുന്നത് പോലുള്ള അദബുകേടുകൾ ഒരുപക്ഷെ വന്നു പോകാറുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു വിഷയം എന്നുള്ളത്, പണ്ഡിതന്മാരെ ജഡ്ജ് ചെയ്യുക, പണ്ഡിതന്മാരെ അളക്കുക എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചില ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരേ ചോദ്യം തന്നെ പല പണ്ഡിതന്മാരെ ചെന്നിട്ട് ചോദിക്കും. ഒരുപാട് പണ്ഡിതന്മാർ ഒരേ ചോദ്യം ചെന്നിട്ട് ചോദിക്കും. എന്തിനാണ്? എന്നിട്ട് ആ ഒരു ആലിമ് പറയുമ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ട് എങ്കിൽ പിന്നെ അവനിങ്ങനെ മനസ്സിലിങ്ങനെ പറയും, ആ ആലിമിന് ആ വിഷയത്തിൽ വലിയ അറിവൊന്നുമില്ല, മൂപ്പർക്ക് അതിനെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. നമുക്ക് വിശ്വാസമുള്ള ഒരു അറിവുള്ള ഒരു പണ്ഡിതൻ്റെ അടുത്തായിരിക്കണം നമ്മൾ പോയി ചോദിക്കേണ്ടത്. പിന്നെ അവിടെ നമ്മൾ സമാധാനം അടയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ പിന്നെ നമ്മൾ അവിടെ അടയേണ്ടതുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കേണ്ട. പിന്നെ വേറൊരു പണ്ഡിതനോട് ചോദിച്ചിട്ട് ഈ പണ്ഡിതന് എൽമുണ്ടോ ആ പണ്ഡിതന് എൽമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരിക്കലും അദബിൻ്റെ ഒരു മര്യാദയുടെ ഭാഗമേ അല്ല എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആദാബുൽ മുസ്തഫ്തി, ഫത്വ ചോദിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുമ്പോൾ പ്രധാനമായിക്കൊണ്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാണ്. നമുക്ക് ആ ഒരു വിഷയം ചോദിക്കുമ്പോൾ ഫത്വകൾ നമ്മൾ പണ്ഡിതന്മാരോട്, ഉലമാക്കളോട്, ഉസ്താദുമാരോട് ചോദിച്ചറിയുമ്പോൾ, ഫത്വയായിക്കൊണ്ട് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ലക്ഷ്യം ആ ഒരു സംശയം എൻ്റെതിൽ നിന്നും നീങ്ങണം എന്നുള്ളതാണ്. ആ സംശയം നീങ്ങണം, എനിക്ക് ആ സംശയം നീങ്ങിയിട്ട് കൃത്യമായിക്കൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റണം എന്നുള്ളതാകണം അദ്ദേഹത്തിൻ്റെ താല്പര്യം. അതല്ലാതെ അദ്ദേഹത്തിന് ആലിമിനെ അളക്കാനുള്ളതാകരുത്. ഇപ്പോൾ ഫത്വ കൊടുക്കുന്ന മുഫ്തിയെ അളക്കാനുള്ള അളവുകോലായിക്കൊണ്ടൊരിക്കലും ചോദ്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ വിലയിരുത്താനും അതൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഉത്തരം തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ചോദ്യത്തിൽ എന്തെങ്കിലും കുറച്ച് മാറ്റം വരുത്തിയാൽ ഉത്തരം തനിക്ക് അനുകൂലമായി കിട്ടും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് രണ്ടാമത്തെ അദബായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മൂന്നാമത്തെ അദബ് എന്നുള്ളത്, തനിക്ക് ഇഷ്ടപ്പെട്ട ഉത്തരം ലഭിക്കുവോളം പണ്ഡിതന്മാരുമായിട്ട് മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുക, റുഖ്സകളെ തേടിക്കൊണ്ടിരിക്കുക. തനിക്ക് വിചാരിച്ച തൻ്റെ ഹവക്കൊത്ത ഉത്തരം ലഭിച്ചിട്ടില്ല, എനിക്ക് വേണ്ട ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല, അപ്പം എന്താക്കുക,
കുറേ ആളുകളോട് ചെന്നിട്ട് മാറി മാറി ചോദിക്കുക. എനിക്ക് വേണ്ടൊരു ഉത്തരം കിട്ടുവോളം ഒരുപാട് ആലിമുകളോട് പണ്ഡിതന്മാർ മാറി മാറി ചോദിക്കുക. അവസാനം ഒരു ആലിമ് കുറച്ചൊക്കെ അനുകൂലമായി പറയുമ്പോൾ അതിനെ സ്വീകരിച്ചിട്ട് പോകുക എന്നുള്ളത് ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്നുള്ളത് ഉലമാക്കളോടായിക്കോട്ടെ പണ്ഡിതന്മാരായിക്കോട്ടെ ആരോടായിക്കൊള്ളട്ടെ നമ്മൾ ഉപദേശം നൽകുമ്പോൾ അത് രഹസ്യമായിക്കൊണ്ട് നൽകുക എന്നുള്ളതാണ്. ഒരു ആലിമിനോട് ആകുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും പരസ്യമായിക്കൊണ്ട് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ പരസ്പരമായിക്കൊള്ളട്ടെ അത് രഹസ്യമായിക്കൊണ്ടായിരിക്കണം ഉപദേശിക്കണം. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരാൾ പരസ്യമായിട്ട് വന്ന് ഉപദേശിക്കുകയാണെന്ന് നമുക്കൊരു പക്ഷേ ദേഷ്യം വന്നേക്കാം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു കാര്യം എടുത്തു പറയുന്നു. തഅമ്മദിനി ബിനുസ്ഹിക ഫിൽ ഫിറാദി വജന്നിബിനി നസിഹത ഫിൽ ജമാഅ. നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണ് എങ്കിൽ എന്താക്കണം? എന്നെ ഒറ്റയ്ക്ക് വന്നിട്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കണം. വജന്നിബിനി നസിഹത ഫിൽ ജമാഅ. ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് എന്നെ ഉപദേശിക്കുന്ന രീതി നിങ്ങൾ ഒഴിവാക്കണം. ഫഇന്ന നുസ്ഹ ബൈനൻ നാസി നൗഉൻ മിനത് തൗബീഖി ലാ അർദസ്തിമാഅ. ആളുകൾക്കിടയിൽ നിന്നിട്ട് ഒരു വ്യക്തിയെ ഉപദേശിക്കുക എന്നുള്ളത് അത് ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന്, ആ വ്യക്തിയെ അടിച്ചമർത്തുന്നതിന്, അടച്ചാക്ഷേപിക്കുന്നതിനൊക്കെ തുല്യമാണ്, ആക്ഷേപത്തിന് തുല്യമാണ്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും അങ്ങനെ പരസ്യമായിക്കൊണ്ട് ഉപദേശിക്കരുത് എന്ന് ഒരു കവിതാശകലത്തിൽ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ നമ്മളതൊരു നമ്മുടെ ചര്യയായിക്കൊണ്ട് തന്നെ മാറ്റേണ്ടതുണ്ട്. നമുക്ക് ആ വ്യക്തി മാറണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെന്നിട്ട് ഉപദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫലം നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ അങ്ങേപുറം പറയുകയാണ് എങ്കിൽ ഏത് ഉപദേശം കേൾക്കുമ്പോഴും അതിനെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ഉപദേശം പറയുമ്പോൾ അദ്ദേഹം രഹസ്യമായിക്കൊണ്ടാണ് പറയുന്നത് എങ്കിൽ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ സ്വീകരിക്കുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ഒരിക്കലും അതിനെ മാറ്റി നിർത്തിയ ഒരു കിബറിൻ്റെ ഒരു രീതി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു വിഷയം എന്നുള്ളത് ഉസ്താദുമാരുടെ സദസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ, പണ്ഡിതന്മാരുടെ സദസ്സുകൾ നമ്മൾ ഇരിക്കുമ്പോഴുള്ള മര്യാദയാണ് എന്നുള്ളതാണ്. ഒരു പണ്ഡിതൻ മറ്റുള്ളവരെ കാത്തിരിക്കുന്നൊരവസ്ഥ ഒരിക്കലും സദസ്സുകളിൽ ഉണ്ടാകുവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി തന്നെ അതായിരുന്നു. പ്രവാചകൻ വെള്ളിയാഴ്ച ഖുതുബക്കെത്തുമ്പോൾ ഒരിക്കലും പ്രവാചകനുടെ സദസ്സിൽ സൊഫിൽ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകലില്ല. റസൂൽ നേരെ മിമ്പറിൽ കയറുന്ന അവസ്ഥയാണ് ഉണ്ടാകാറ്. സ്വഹാബത്ത് റസൂലിനെ കാത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പറയുന്നത് ഒരിക്കലും ഒരു പണ്ഡിതൻ വന്നിട്ട് നമ്മളെ കാത്തിരിക്കുന്ന, നമ്മൾ ക്ലാസ്സിന് കയറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നേരെ മറിച്ചിട്ട് നമ്മൾ ആദ്യമേ പോയിട്ട് ആ പണ്ഡിതനെ വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു സദസ്സാണ് എങ്കിൽ നമ്മൾ അതിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ 4-5 ഒക്കെ ആളുകൾ ഇരുന്നിട്ട് ഒരു ആലിം ഒരു അറിവൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോകാൻ, നമുക്കൊന്ന് ബാത്റൂമിൽ പോകണം, നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഒരു ആലിമിനോട് അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ്. അത് വലിയ സദസ്സിലാകുമ്പോൾ അതെല്ലാവരും ബാക്കിൽ നിന്ന് ചോദിച്ചിട്ട് ആലിമിനെ പ്രയാസപ്പെടുത്തണം എന്നല്ല പറയേണ്ടത്. നേരെ മറിച്ച് ചെറിയൊരു സദസ്സാകുമ്പോൾ നമ്മുടെ മാന്യതയായിക്കൊണ്ട് നമ്മളതിനെ ചോദിച്ചു പോകാൻ പറ്റുമെങ്കിൽ അതിനെ ചോദിച്ചു പോവുക. നമ്മൾ ഇന്നിരിക്കുന്ന ഉച്ചയ്ക്ക് ഇരിക്കുന്ന സദസ്സ് പോലെയുള്ള സദസ്സുകളിൽ ഒരു ക്ലാസ് എടുക്കുന്ന ആളെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത് എന്നുള്ളത് പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വലിയ സദസ്സിൽ നമ്മൾ അനുവാദം ചോദിച്ചു പോകുന്നത് വല്ലാത്തൊരു അഥവായിക്കൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ അതിനെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറിവിൻ്റെ സദസ്സിൽ ആ അറിവിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ എന്താക്കണം? കുറച്ച് മാന്യതയിൽ ഇരിക്കുവാൻ, അത് എത്രത്തോളം നമുക്ക് സാധിക്കുമോ അത്രത്തോളം മാന്യതയിൽ ഇരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അഥവായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളത്. ഒരിക്കലും നമ്മൾ കിടന്നുകൊണ്ടൊക്കെ ഒരു അറിവിനെ കേൾക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ആ അറിവിനോടുള്ള ആക്ഷേപമാണ്, ആ വ്യക്തിയോടുള്ളതല്ല, അറിവിനോടുള്ള ഒരു ആക്ഷേപമാണ്, ഒരു അവഹേളനയാണ് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയാൻ വേണ്ടി വരുമ്പോൾ കുളിച്ചൊരുങ്ങിയിട്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ അവരാ അറിവിന് നൽകിയ പ്രാധാന്യമാണ്, അറിവിന് നൽകിയ അദബിനെയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരത്തിൽ ചിട്ട നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലിനെ സ്വഹാബത്ത് കേട്ടിരുന്ന ഹദീസുകളൊക്കെ പറയുമ്പോൾ കഅന്ന അലാ റുഊസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിലൊക്കെ ഒരു പക്ഷി വന്നിരുന്ന, പക്ഷിക്ക് ഇരിക്കാൻ പറ്റുന്ന കോലത്തിലായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത് എന്ന് സ്വഹാബത്ത് ഹദീസുകളിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അത്രത്തോളം ജാഗരൂകരായിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു അവർ സദസ്സുകളിൽ ഇരുന്നിരുന്നത്, അത്രത്തോളം ബഹുമാനപൂർവ്വമായിരുന്നു അവർ സദസ്സുകളിൽ ഇരുന്നിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറിവിനെ ബഹുമാനിക്കണം, അറിവുള്ള ആലിമുകളെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം എന്ന പോലെ തന്നെ അറിവുള്ള ഏടുകളെയും അറിവിൻ്റെ കിതാബുകളെയും നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതാണ്.
അറിവടങ്ങിയ ഏതു ഗ്രന്ഥങ്ങളെയും നമുക്ക് ബഹുമാനിക്കുവാൻ അതല്ലെങ്കിൽ ആദരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ഒരു പത്രം വലിച്ചെറിയുന്നത് പോലെ, പത്രം അങ്ങനെ ഇടുന്നത് പോലെ ഒരിക്കലും നമ്മുടെ അറിവിൻ്റെ ഗ്രന്ഥങ്ങൾ ഒരിക്കലും ഇടാനൊന്നും പാടില്ല. അത് ഏറ്റവും മഹനീയമായിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആന്റെ അതിന് മുകളിൽ ഒരു കാര്യം വെക്കുന്നൊരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാകും. പണ്ഡിതന്മാർ വളരെ താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖുർആനിൻ്റെ മുകളിൽ ഒരു സാധനം വെക്കുന്ന, എന്തു സാധനമായിക്കൊണ്ട് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. വളരെ കർശനമായിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാർ അദബിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്. ഇനി അതിൻ്റെ തഫ്സീർ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പരിഭാഷയായി, പരിശുദ്ധ ഖുർആനിൻ്റെ തന്നെ പരിഭാഷയാണെങ്കിൽ പോലും വെറും ഖുർആനിൻ്റെ ആയത്തുകൾ മാത്രമുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ മുകളിൽ അത് കയറ്റി വെക്കുവാൻ പാടില്ല എന്നുപോലും പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ചെറിയ വിഷയം കൂടി എന്നുള്ളത്, അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഫത്വകളും മറ്റും പറയാതിരിക്കുക എന്നുള്ളത് വല്ലാത്തൊരു അദബായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഫത്വകൾ പണ്ഡിതന്മാർ പറയുമ്പോൾ ആളുടെ തരത്തിനനുസരിച്ച് വ്യത്യാസം വരും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് നോമ്പുകാരനായിട്ടുള്ള ഒരാൾ വന്നിട്ട്, ഒരു യുവാവായ ഒരാൾ വന്നിട്ട്, റസൂലെ എൻ്റെ ഭാര്യയെ ഞാൻ ചുംബിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറ്റൂല എന്നാണ് പറഞ്ഞത്. എന്നാൽ കുറച്ച് പ്രായമായ ഒരു വ്യക്തി വന്നിട്ട് റസൂലിനോട് വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ ചുംബിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ അനുവാദം നൽകുന്നതും ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അവിടെ മനസ്സിലാക്കേണ്ടത്, റസൂൽ ഓരോരുത്തരെയും അവസ്ഥയനുസരിച്ചാണ് ഫത്വ നൽകുന്നത്. നമ്മളൊരു ക്ലാസ് കേട്ട് നമ്മൾ ഫത്വ നൽകുന്നൊരവസ്ഥ ഉണ്ടാകുക, നേരെ മറിച്ച് നമ്മൾ പഠിച്ച അറിവിനെ പറഞ്ഞു കൊടുക്കാം എന്നതിലപ്പുറം ആ വ്യക്തിക്ക് അനുസരിച്ചൊരു ഫത്വ നമ്മൾ നമ്മുടെ അഭിപ്രായമായിക്കൊണ്ടൊന്നും പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് അവസാനമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അറിവിനെ അറിവിനോടൊപ്പം ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കേട്ടതുപരി ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ശ്രദ്ധിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.